സാത്താന്റെ വഞ്ചനയാണ് മതഭക്തി എന്ന് പറയുന്നത്. നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്ത നോക്ക്, പിന്നെ ഒരു രാഹുകാലത്ത് നിന്ന് രക്ഷിപ്പാൻ കഴിഞ്ഞുവോ? നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വന്ന ഈ മതവിശ്വാസത്തിൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ ഒരു കട തുറക്കണമെങ്കിലും, ഒരു വണ്ടി എടുക്കണമെങ്കിലും, ഒരു പുതിയ പ്രവൃത്തി ആണെങ്കിൽ രാഹുകാലത്ത് നോക്കണ്ടിയോ? എന്റെ അമ്മാവിന് ഒരു പൂജാരിയായിരുന്നു പ്രിയപ്പെട്ടവരെ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വീട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ നേരവും അവന്റെ മക്കൾ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എടുക്കരുത്, രാഹുകാലം കഴിയട്ടെ എന്ന് പറഞ്ഞു. നോക്ക്, പിന്നെ അദ്ദേഹം ഇത്രമാത്രം കർമ്മം ചെയ്തിട്ടും രാഹുകാലത്ത് നിന്ന് ഒരു മോചനം തനിക്ക് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഇതാ ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വന്ന ഈ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പാപിയും ദോഷിയും എന്നുള്ള പദവിൽ നിന്നെ വീണ്ടെടുപ്പാൻ കഴിഞ്ഞിട്ടോ ഇല്ല. ഒരു പാപിയായിരിക്കുന്നവർ ഇന്ന് മരിച്ചാൽ പുരോഹിതനാണെങ്കിലും നരകവിധിയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുപോയ നമ്മളെ സ്വർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു പാപമോചനം വേണം പ്രിയപ്പെട്ടത്. കാരണം ദൈവത്തിൽ പാപമില്ല, ദൈവം ഏകനേയുള്ളൂ, അവൻ ക്രിസ്തു ആകുന്നു. ആ ക്രിസ്തുവിൽ പാപമില്ലാത്തത് കൊണ്ടും അവനെ അയച്ചിരിക്കുന്ന അവന്റെ പിതാവായിരിക്കുന്ന സത്യദൈവത്തിലും പാപമില്ലാത്തത് കൊണ്ടും ആ പിതാവായ ദൈവത്തോടും പുത്രനായിരിക്കുന്ന ക്രിസ്തു വന്ന ഏകനോടും കൂടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കൊരു പാപമോചനം ആവശ്യമാണ്. പാപം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ആദമിന്റെ മക്കളാണ്. ആദമിന്റെ മകൻ എന്നുള്ള പദവിയിൽ മരിച്ച ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് തീർന്നിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരുത്തില്ല, നിന്റെ ഹൃദയത്തിൽ സമാധാനം വരുത്തില്ല.